കോട്ടയത്ത് ചുവരെഴുത്തിനെ ചൊല്ലി തർക്കം. UDF എഴുതിയ ചുവർ LDF മാറ്റി എഴുതി. തോമസ് ചാഴിക്കാടൻ MPയുടെ സഹോദരന്റെ പേരിലുള്ള സ്ഥലത്താണ് ജോസഫ് ഗ്രൂപ്പ് ചുമരെഴുതിയിരുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന്. ടോബി, കൗതുകകരമായ ഒരു കാര്യമാണ്. UDF ചുവരെഴുതുന്നു, അതിനുശേഷം അവസാനം ചുവര് മാറിപ്പോയി എന്ന് പറയുന്ന ഒരു വിശദീകരണം നൽകുന്നു. എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇന്നലെയാണ് ഈ സ്ഥാനാർത്ഥി തർക്കങ്ങൾ, ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ചൊരു ചർച്ച അത് കേരള കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയായിട്ട് നടക്കുകയായിരുന്നു. നേതാക്കളൊക്കെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നു. അങ്ങനെ വലിയ ചർച്ചകളും തർക്കങ്ങളും നടക്കുന്നതിനിടയിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ ഇവിടെ എത്തി ഈ മതിലിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നൊരു ചുവര് എഴുതിയത്. അതോടുകൂടി പ്രവർത്തനത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലേക്ക് കടന്നു UDF പ്രവർത്തകർ എന്നുള്ള ഒരു സ്വരം പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ ആ എഴുതിയ ചുവര് അത് മറ്റൊരു അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള തോമസ് ചാഴിക്കാടന്റെ അനിയന്റെ സ്ഥലത്തെ ചുവരാണ് എഴുതിയത് എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ള കാര്യം. ഉടൻ തന്നെ ഇന്ന് LDF ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി കളക്ടർക്ക് നൽകി. പിന്നാലെ ഇവിടെ എത്തി ചുവര് മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ UDF പ്രവർത്തകർ തന്നെ ഇവിടെ എത്തി ഈ ചുവര് മായ്ച്ചു. തുടർന്ന് ഇപ്പോൾ കോട്ടയത്തിന്റെ സുവർണ കാലഘട്ടം തുടരട്ടെ എന്നൊരു ചുവര് എഴുതിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന് എഴുതിയിരിക്കുകയാണ്. എന്തായാലും രണ്ടു കൂട്ടരും പേര് ആരാണ് സ്ഥാനാർത്ഥി എന്ന് എഴുതിയിട്ടില്ല. പക്ഷേ അവകാശവാദങ്ങൾ, ഈ ചുവരിന് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ രണ്ടുപേരും ഉന്നയിച്ചു. അവസാനം ഇപ്പോൾ അത് LDFന്റെ അത് തെളിഞ്ഞിരിക്കുകയാണ്. ചുവര് മാറിപ്പോയതാണെന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. എന്തായാലും അവർ മറ്റൊരു സ്ഥലത്ത് എഴുതാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള രസകരമായൊരു വിവാദം കൂടി കോട്ടയത്തുണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, എന്തായാലും ഈ സ്ഥാനാർത്ഥി തർക്കം തുടരുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ രമ്യമായി പരിഹരിച്ചു. ഇത് കണ്ടിട്ടൊരു ഡമ്മി എഴുത്താണെന്ന് തോന്നുന്നുണ്ടല്ലോ ടോബി. തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുമ്പോഴത്തേക്കും ഒരു കൃത്യമായ എഴുത്ത് നടത്താം, പക്ഷേ ഞങ്ങളിത് ബുക്ക് ചെയ്ത് വെക്കുന്നു എന്ന രീതിയിലൊരു എഴുത്ത് അല്ലേ? തീർച്ചയായിട്ടും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണികൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് മുന്നണികൾക്കപ്പുറം രണ്ട് പാർട്ടികൾ തമ്മിലാണ്. അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും, ഇവർ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടമായിരിക്കും കോട്ടയത്ത് നടക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ താഴെത്തട്ടിലുള്ള അണികൾക്ക് ഇത്രയധികം ആവേശം വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി തർക്കം ഒരു വശത്ത് നടക്കുമ്പോൾ പ്രവർത്തനത്തിൽ ആരാണ് മുന്നിലെന്ന് കാണിക്കാൻ ഇരു പാർട്ടികളുടെയും, പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും ആളുകൾ തമ്മിലുള്ള ആ ഒരു പോരാട്ടം അത് ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ചുവര് LDF സ്വന്തമാക്കിയിരിക്കുകയാണ്. LDFന്റേതാണെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. തെളിവടക്കം പുറത്തുവിടാൻ റെഡിയാണെന്നാണ് പറയുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് എന്തായാലും UDF മാറിയിട്ടുണ്ട്. ഇനി ആ ചുവരിന്റെ പേരിൽ എന്തെങ്കിലും വിവാദം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക മാത്രമേ ഉള്ളൂ നിലവിൽ. അതുകൊണ്ട് തന്നെ ഈ ചുവരിനെ സംബന്ധിച്ച ചർച്ചകൾ ഇവിടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, എന്തായാലും ടോബിയും എല്ലാ ചുവരും ഒക്കെ കേന്ദ്രീകരിച്ചൊരു പരിശോധന കൂടെ നടത്തിക്കൊള്ളൂ. ഇനിയും ഇതുപോലെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ്.